1957 ബെർലിൻ ബാലറ്റ് കുട്ടികളുടെ കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അധികാരത്തിൽ വന്നു. അതുകൊണ്ട് ലക്ഷ്യം നേടിയിരുന്ന അലംഭാവത്തിൽ എത്തിപ്പെട്ടവരുണ്ടാവും. അത് ഒരാരംഭമായി ജാഥ നയിച്ചും മൈതാനങ്ങളിൽ എണ്ണിക്കൂടിയും വോട്ടുവെട്ടുകൾ നടച്ചും സഹായിച്ച ആൾക്കൂട്ടത്തെ ഉത്തരവാദിത്വമുള്ള ഒരു സമൂഹമാക്കി മാറ്റിയെടുക്കാനുള്ള മഹാപ്രസ്ഥാനത്തിൻ്റെ തുടക്കം വിശ്വസിച്ചതുകൊണ്ടാണ് ഈ സമാധാനത്തിൽ നേതാവ് അധികാരം കേന്ദ്രീകരിക്കുന്ന സമൂഹത്തിൻ്റെ പങ്കാളിത്തത്തെ ചിന്തിക്കുമ്പോഴും അദ്ദേഹം കേരളത്തെ പറ്റി മലയാളിയുടെ മാതൃഭൂമി എന്ന സമഗ്രമായ ഉൾക്കണ്ട ഭാഷാ സാഹിത്യം സംസ്കാരം നിരന്തരം ജനിച്ചുകൊണ്ടിരുന്നു. സമൂഹത്തിൻ്റെ പണിത്തരവും പണിയായതും ഭാഷയാണെന്നും വിശ്വാസമുള്ളതുകൊണ്ടാണ് അദ്ദേഹം മലയാളത്തിൻ്റെ തനിമയും ചാരുതയും ലാളിത്യവും നിലനിർത്തണമെന്ന് ശഠിച്ചുകൊണ്ടിരുന്നത്. സാഹിത്യ സമീപനങ്ങൾ തങ്ങൾക്ക് തെറ്റുപറ്റിയെന്ന് അദ്ദേഹം പറഞ്ഞപ്പോൾ ചിലർ പരിഹരിച്ചു. അദ്ദേഹത്തിൻ്റെ ആദ്യകാല സാഹിത്യത്തിൽ സിദ്ധാന്തങ്ങളോട് ഒരിക്കലും എനിക്ക് വൈകിട്ടുണ്ടായിരുന്നു. പക്ഷേ തെറ്റുപറ്റിയിരുന്നതെന്ന് ഇയാളെ സമ്മതിക്കുക എന്നത് നമ്മുടെ രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക ജീവിതമണ്ഡലങ്ങളിലെ ഒരു മഹാദരണം. അഹംബോധത്തെ കീഴടക്കി പരിസരബോധത്തിൻ്റെ പ്രാധാന്യം അംഗീകരിക്കുക എന്ന ലക്ഷ്യമാണ് ഞാൻ ഇവിടെ കാണുന്നത്. എതിരഭിപ്രായക്കാരൻ നേരിടാൻ പറ്റിയ വാദമുഖങ്ങൾ തെളിയുന്നതിനിടയ്ക്ക് സ്വന്തം വീക്ഷണം എന്ന് പറയുന്നത് ഞാൻ രണ്ടുപേരും രൂപപ്പെടുത്തിയെന്നല്ലാതെ രൂപപ്പെടുത്താനുള്ള തുടക്കമില്ലെന്നുമാണ് ശ്രമിക്കുന്നത്. അന്വേഷണം അവസാനിക്കുന്നത് സമൂഹത്തിൻ്റെ സ്വാതന്ത്ര്യത്തെയും വികാസത്തെയും എന്നോ രൂപം കൊണ്ട ചില പ്രമാണങ്ങളിൽ തന്നെ മുറിവ് പിടിക്കുന്നതിലെ ഭാഗമുണ്ട്. മാറിക്കൊണ്ടിരിക്കുന്ന സമൂഹത്തിൻ്റെ സ്വാതന്ത്ര്യ സങ്കല്പങ്ങൾ നിരന്തരമായ വിശകലനത്തിനും തിരുത്തലിനും വിധേയമായിക്കൊണ്ടിരിക്കുന്നു. എൻ്റെ പരിചിതമായ കാഴ്ചപ്പാട് നയിക്കാൻ ഏതാനും നയിക്കപ്പെടാൻ അനേകരും എന്ന പഴയ സങ്കല്പത്തെ മാറ്റിയെടുക്കാനാണ് ഈ ആചാരോപചാരമായ നേതൃത്വങ്ങളിലൊന്നും അദ്ദേഹത്തെ കാണാതിരുന്നു. അതുകൊണ്ട് ആരും സമൂഹത്തെ എത്തിക്കുന്ന ചില അവസ്ഥകൾ ചില നിമിത്തങ്ങളായിട്ടുണ്ട്. ഉത്തരവാദിത്വത്തെ ഭയത്തോടെ എല്ലാ ആഗ്രഹവും വിളിച്ചു എല്ലാ വിധത്തിലുമുള്ള അടിച്ചമർത്തലുകളിൽ നിന്നും മോചനം നേടാൻ എഴുതുന്ന ഒരു സമൂഹത്തിന് സൃഷ്ടി ലക്ഷ്യമാക്കുന്നതുണ്ടാകുന്ന എന്നും പുതിയ പഠനങ്ങളിലേക്ക് ചിന്തയും പുതിയ രക്തവാടുകളിലേക്ക് വീക്ഷണവും അയച്ചുകൊണ്ടിരിക്കാൻ. അപ്പോൾ നേതാവ് നിമിത്തമില്ലാതെ ചരിത്രപരമായ ഒരാവശ്യമായി മാറുന്നു. അതായിരുന്നു ഇത് കാലത്തിൻ്റെ ആവശ്യമാണ്. അധികാരത്തിലുള്ളത് ഉൾക്കൊണ്ട് പ്രവർത്തിക്കാൻ തയ്യാറാകണമെന്ന് ഉദ്ദേശിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിച്ചു.